ദൈവനാമത്തിന് മഹത്വവും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ 6-ാം ദിവസം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിൻ്റെ വചനം ധ്യാനിക്കുവാൻ ഒരവസരം കൂടെ തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഭരിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാകുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ. സർവ്വതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. 8 ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ 8 സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ചില വേണ്ടാന്ന് വെക്കലുകളുടെയും വർജിക്കലിൻ്റെയും പുതിയ ശീലങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും പതിവുകളുടെയൊക്കെ കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ട അല്ലെങ്കിൽ തുടങ്ങേണ്ട ചില ശീലങ്ങളെ ഭാഗ്യങ്ങളുടെ രൂപത്തിൽ കാണുവാൻ സാധിക്കുന്ന വേദഭാഗമാണ് ഈ വേദഭാഗം. ചില മനുഷ്യരെ ഈ വേദഭാഗം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രരായ മനുഷ്യർ, ദുഃഖിക്കുന്ന മനുഷ്യർ, സൗമ്യതയുള്ള മനുഷ്യർ, കരുണയുള്ള മനുഷ്യർ, ഹൃദയശുദ്ധിയുള്ള മനുഷ്യർ, സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന മനുഷ്യർ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന മനുഷ്യർ. ഇങ്ങനെ 8 തരം മനുഷ്യരെ ഈ വേദഭാഗം നമുക്ക് പരിചയപ്പെടുത്തരുത്. ഇവരുടെയൊക്കെ സ്വഭാവ സവിശേഷതകളും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവരെല്ലാം തന്നെ ഭാഗ്യവാന്മാരാണ് എന്നാണ് വേദഭാഗം നമ്മളോട് പറയുന്നത്. എന്താണ് ഭാഗ്യം? നമ്മളെ തേടിയെത്തുന്നതല്ല, നമ്മൾ കണ്ടെത്തുന്നതാണ് ഭാഗ്യം. അങ്ങനെ 8 സുവിശേഷ ഭാഗ്യങ്ങൾ. ഈ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാനാവുമ്പോഴാണ് നമ്മുടെ നോമ്പ് കാലം അർത്ഥപൂർണ്ണമായി തീരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ, ആത്മാവിൽ ദരിദ്രനായ മനുഷ്യൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്ന് വെച്ചാൽ വിനയപൂർവ്വം താഴ്മയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അഹങ്കാരമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ ദൈവസന്നിധിയിലും മനുഷ്യരുടെ സന്നിധിയിലും വിനയത്തോടെയും താഴ്മയോടെയും ഇരിക്കാൻ സാധിക്കുക എന്നതാണ് ആത്മാവിൽ ദരിദ്രരായ മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. എന്താണ് അവരുടെ ഭാഗ്യം? സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പോൾ താഴ്മയോടെ വിനയത്തോടെ ഇരിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യം എന്ന ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. അടുത്തത് ദുഃഖിക്കുന്ന മനുഷ്യരുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദുഃഖം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെക്കുറിച്ചുള്ള ദുഃഖമല്ല, നമ്മുടെ സഹജീവികളെക്കുറിച്ചുള്ള ദുഃഖം. അവരുടെ വേദന നമ്മളുടെ വേദനയായി അനുഭവിച്ചുകൊണ്ട് അവരുടെ വേദന എൻ്റെയും വേദനയാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്കുണ്ടാകുന്ന ദുഃഖം. മധ്യസ്ഥം വഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദുഃഖം. അങ്ങനെയുള്ള ദുഃഖത്തെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. അങ്ങനെ സഹജീവികളുടെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ദുഃഖങ്ങളെ നമ്മുടെ ദുഃഖമായി മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ വേദന നമ്മുടെ വേദന അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള മാധ്യസ്ഥം വഹിക്കുവാൻ, അങ്ങനെ ഒരു മധ്യസ്ഥനാകുവാൻ, മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി മാറ്റിക്കൊണ്ട് പ്രാർത്ഥിച്ച് മധ്യസ്ഥനായി തീരുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ ദുഃഖിക്കുന്നവരായി തീരുന്നത്. അങ്ങനെയാണ് ആശ്വാസം എന്ന ഭാഗ്യം നമുക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തത് സൗമ്യതയുള്ളവർ. ഇതിൽ സൗമ്യതയുള്ളവർ, കരുണയുള്ളവർ, ഈ 2 തരക്കാർ, ഈ 2 കൂട്ടർ, അവരെക്കുറിച്ച് അധികം പറയേണ്ടതില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഈ വേദഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സൗമ്യനായിരിക്കാൻ സാധിക്കുക, കരുണയുള്ളവനായിരിക്കാൻ സാധിക്കുക. ഈ നോമ്പുകാലം നമ്മളെ അങ്ങനെ രൂപാന്തരപ്പെടുത്തട്ടെ. സംസാരിക്കുന്നതും കേൾക്കുന്നതും
സൗമ്യതയോടെ ആയിരിക്കട്ടെ. എടുത്തു ചാടിയൊന്നും പറയാതെ, എടുത്തു ചാടി ഒന്ന് ചിന്തിച്ച് സംസാരിക്കുവാനും സൗമ്യതയോടെ സംസാരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. സദൃശവാക്യങ്ങൾ പറയുന്നുണ്ട്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കും എന്ന്. അങ്ങനെ മൃദുവായ ഉത്തരത്തോടെ സൗമ്യതയോടെ മറ്റുള്ള ചുറ്റുമുള്ളവരുടെ ഇടയിൽ വ്യാപരിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെയാണ് കരുണയുള്ളവരുടെ കാര്യം. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും എന്നാണ് വേദഭാഗം പറയുന്നത്. കരുണയില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല. സഹജീവികളുടെ കരുണ കാണിക്കാനാണ് ക്രിസ്തു പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന പോലെയാണ് ദൈവം തമ്പുരാൻ നമ്മളോടും കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സലിവുള്ളവരായി ജീവിക്കുവാൻ, മറ്റുള്ളവരുടെ ഇടയിൽ ഇടപെടുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. അടുത്തത് ഹൃദയശുദ്ധിയുള്ളവരുടെ കാര്യമാണ്. അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അവർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. എന്താണ് ഹൃദയശുദ്ധി? നമ്മുടെ ഹൃദയത്തിലുള്ള ദുർവിചാരങ്ങൾ, ദുർചിന്തകൾ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റി നിൽക്കുന്ന ചില ചിന്തകളുണ്ട്. അതെന്തുമാവാം, ദൈവികമല്ലാത്ത ചിന്തകൾ. ആ ചിന്തകളെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ സാധിക്കണം, അല്ലെങ്കിൽ എന്നാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുമ്പോഴേ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കത്തുള്ളൂ. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ മാത്രമല്ല, മറ്റുള്ള ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തെ. മറ്റുള്ള ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ, മനുഷ്യരിൽ ദൈവത്തെ കാണണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാം? ദൈവവചനത്തിലൂടെ മാത്രമേ സാധിക്കൂ. പ്രാർത്ഥന, ദൈവവചനം, അനുദിന പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കുകയുള്ളൂ. ദുശ്ചിന്തകളും ദുർമോഹങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൈ മുറുകെ പിടിച്ച് ദൈവിക ബോധത്തോടെ, പ്രാർത്ഥനയോടെ അതിനെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതിനെ മാറ്റുവാൻ സാധിക്കണം. അങ്ങനെ ഒരു നോമ്പുകാലം, അങ്ങനെ ഒരു രൂപാന്തരം ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് സാധ്യമാകട്ടെ. ഇനി സമാധാനമുള്ളവർ, സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവർ, നീതിക്ക് വേണ്ടി വിഷം ദാഹിക്കുന്നവർ, മറ്റുള്ളവരുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുവാനും, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവരായി, സമാധാനം ആഗ്രഹിക്കുന്നവരായി തീരുവാൻ സാധിക്കുക. നീതിക്ക് വേണ്ടി വിഷം ദാഹിക്കുന്നവരായി തീരുവാൻ സാധിക്കുക. അങ്ങനെ സമാധാനം സ്ഥാപിക്കുന്നവരായി ദൈവപുത്രന്മാർ എന്ന ഭാഗ്യമാണ് നമുക്ക് സമാധാനം സ്ഥാപിക്കുന്നവർക്ക് ലഭിക്കുന്നത്. നീതിക്ക് വേണ്ടി വിഷം ദാഹിക്കുന്നവർക്ക് നീതി ലഭിക്കും. അങ്ങനെ 8 ഭാഗ്യങ്ങൾ, ഈ 8 ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. ദൈവവചനപ്രകാരമുള്ളൊരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും മാത്രമേ 8 ഭാഗ്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 8 ഭാഗ്യങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു രൂപാന്തരത്തിൻ്റെ, പുതിയ പതിവുകളുടെ, പുതിയ ശീലങ്ങളുടെ, പ്രാർത്ഥനയുടെ ഒരു നോമ്പുകാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുവാൻ പരമകാരുണ്യവാനായ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.